You, me, or nobody is gonna hit as hard as life. Listen carefully. But it ain't about how hard you hit. It's about how hard you can get hit and keep moving forward. How much you can take and keep moving forward. Listen carefully again. Now let's get this straight right here and now before I go along any further. I ain't got to like you. ഇവിടെ നമ്മൾ 2 ക്ലിപ്പുകളാണ് കണ്ടത്. ഓരോ ക്ലിപ്പിൽ നിന്നും ഒരു പർട്ടിക്കുലർ സെന്റൻസ് നമ്മളിങ്ങ് എടുക്കുകയാണ്. ഒന്നാമത്തെ ക്ലിപ്പിൽ നിന്നുള്ള സെന്റൻസ് ഇറ്റ് ain't about how hard you hit എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്ലിപ്പിൽ നിന്നുള്ള സെന്റൻസ് ഇതാണ് I ain't got to like you. ഈ 2 സെന്റൻസുകളിലും കോമൺ ആയിട്ടുള്ള ഒരു വാക്ക് ഏതാണ്? ain't. സ്പോക്കൺ ഇംഗ്ലീഷിൽ നേറ്റീവ് സ്പീക്കേഴ്സ് ധാരാളം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ain't. എന്താണ് ഈ ain't എന്ന് നിങ്ങൾക്കറിയാമോ? is not, am not, are not, have not, has not എന്നിവയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒറ്റ വാക്കാണ് ain't. അപ്പോൾ ain't എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നേരത്തെ പറഞ്ഞ സെന്റൻസുകൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഒന്നാമത്തെ സെന്റൻസ് ഇറ്റ് ain't about how hard you hit. ain't എന്നാൽ is not, am not, are not, have not, has not എന്നിങ്ങനെ എല്ലാം അർത്ഥമുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഇവയിൽ ഏതാണ് ഈ സെന്റൻസിൽ കൃത്യമായി ചേരുക? is not അഥവാ isn't. അപ്പോൾ ഇറ്റ് ain't about how hard you hit എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹൗ ഹാർഡ് യു ഹിറ്റ് എന്നാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെന്റൻസ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. I ain't got to like you. ഇവിടെ ain't എന്താണ്? ഇനി ഉത്തരം നോക്കാം. ഇവിടെ ain't എന്നാൽ have not അഥവാ haven't എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് I ain't got to like you എന്നതിന്റെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് I haven't got to like you എന്ന് വരും.